ഹായ്, ഞാൻ ഡോക്ടർ ഐശ്വര്യ, MO, നാസ് ക്ലിനിക്, മുക്കം, കോഴിക്കോട്. പ്രമേഹ രോഗികൾ റമദാൻ മാസത്തിൽ നോമ്പെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നോക്കാം. നിങ്ങൾ പ്രമേഹത്തിന് മരുന്നെടുക്കുന്നവരോ അല്ലെങ്കിൽ ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് അനുഭവിക്കുന്നവരോ ആണെങ്കിൽ തീർച്ചയായിട്ടും നോമ്പിന് മുന്നേ ഡോക്ടറെ കണ്ടിട്ട് നമ്മുടെ ഹെൽത്ത് നോമ്പെടുക്കാൻ ഓക്കെ ആണോ എന്ന് മനസ്സിലാക്കണം. കൂടാതെ നമ്മുടെ വീട്ടിലൊരു ഗ്ലൂക്കോമീറ്റർ ഉണ്ടാവുന്നത് നല്ലതാണ്. നമുക്ക് റെഗുലറായിട്ട് നമ്മുടെ ഗ്ലൂക്കോസ് ലെവൽ ചെക്ക് ചെയ്യാം. കൂടാതെ ഫാസ്റ്റിംഗ് നമ്മുടെ ഗ്ലൂക്കോസ് ലെവലിനെ എങ്ങനെയാണ് ബാധിക്കുന്നതെന്നും നമുക്ക് മനസ്സിലാക്കാം. ഡോക്ടറെ കൺസൾട്ട് ചെയ്യുമ്പോൾ നമ്മുടെ പ്രമേഹത്തിൻ്റെ മെഡിസിൻസ് ഏത് ടൈമിൽ എടുക്കണം എന്നുള്ളത് കൂടി ഡോക്ടർ അഡ്വൈസ് തരുന്നതാണ്. കൂടാതെ നമ്മൾ ഫാസ്റ്റ് ബ്രേക്ക് ചെയ്യുന്ന ടൈമിൽ ഈത്തപ്പഴവും വെള്ളം കുടിച്ച് തന്നെ ബ്രേക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം ഇത് നമുക്ക് നമ്മുടെ ബോഡിക്ക് ഒരു റീഹൈഡ്രേഷനും നാച്ചുറൽ ആയിട്ടുള്ള ഷുഗേഴ്സും ഇത് പ്രൊവൈഡ് ചെയ്യും. നോമ്പിൻ്റെ സമയമാണെങ്കിലും ഒരു ബാലൻസ്ഡ് ഡയറ്റ് തന്നെ ഫോളോ ചെയ്യാൻ ശ്രദ്ധിക്കുക. കൂടാതെ നന്നായിട്ട് വെള്ളം കുടിക്കുക. ഈ പ്രമേഹമുള്ള രോഗികൾ കൂടുതലായിട്ട് ഓവറായിട്ട് ഫുഡ് ഒറ്റ നേരം എടുക്കാതെയും പിന്നെ ഹൈ ഗ്ലൈസീമിക് ഫുഡ് എടുക്കാതെയും ശ്രദ്ധിക്കണം. ഇത് നമ്മുടെ ഗ്ലൂക്കോസ് ലെവൽ പെട്ടെന്ന് ഹൈക്ക് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. സോ ഈ പ്രമേഹ രോഗികൾ എപ്പോഴും ഇടവിട്ട് ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക. ഒരു 2-3 മണിക്കൂർ, അതായത് ഫാസ്റ്റിംഗ് ഇല്ലാത്ത ടൈമിൽ ഒരു 2-3 മണിക്കൂർ ഇടവിട്ടിട്ട് കുറച്ച് ലഘു ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കുക. ഫാസ്റ്റിംഗ് അവരുടെ ബോഡിക്ക് 2 തരത്തിൽ അഫക്റ്റ് ചെയ്യാം. ഒന്നെങ്കിൽ ബ്ലഡിലത്തെ ഗ്ലൂക്കോസ് കുറയാം, അതായത് ഒരു ഹൈപ്പോഗ്ലൈസെമിക് ലെവലിലേക്ക് ചെല്ലാം. അങ്ങനെയുള്ളവർക്ക് വിറയൽ അല്ലെങ്കിൽ ഒരു ഡിസിനെസ്, കൺഫ്യൂഷൻ, അങ്ങനെ തല ചുറ്റി വീഴുക, വോമിറ്റിങ് അങ്ങനെയൊക്കെ അനുഭവപ്പെടാം. അല്ലെങ്കിൽ ചിലർക്ക് ഇത് നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ അത് പെട്ടെന്ന് ഹൈക്ക് ചെയ്യും. ഗ്ലൂക്കോസ് ലെവൽ പെട്ടെന്ന് കൂടിയിട്ട് അവർക്ക് ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാൻ തോന്നുക, ഇല്ലെങ്കിൽ തൊണ്ട വായൊക്കെ വരണ്ടിരിക്കുക, തലവേദന ഇല്ലെങ്കിൽ ക്ഷീണം അങ്ങനെയൊക്കെ അനുഭവപ്പെടാം. നിങ്ങളുടെ ഗ്ലൂക്കോസ് ലെവൽ ഒരു 70 താഴെ പോയിട്ട് ഈ ഹൈപ്പോഗ്ലൈസെമിക് സിംറ്റംസ് കാണിക്കുകയാണെങ്കിലോ ഇല്ലെങ്കിൽ നിങ്ങളുടെ ഗ്ലൂക്കോസ് ലെവൽ ഒരു 300 മുകളിൽ പോയിട്ട് ഹൈപ്പർ ഗ്ലൈസെമിക് സിംറ്റംസ് കാണിക്കുകയാണെങ്കിലോ തീർച്ചയായിട്ടും ഡോക്ടറെ കാണേണ്ടതാണ്. നിങ്ങളുടെ ഗ്ലൂക്കോസ് ലെവൽ 70 കുറവോ അല്ലെങ്കിൽ 300 കൂടുതലോ ഇല്ലെങ്കിൽ ഹൈപ്പർ ഗ്ലൈസെമിക് സിംറ്റംസോ കാണിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കാണേണ്ടതാണ്. സോ പ്രമേഹമുള്ളവർ നോമ്പെടുക്കുമ്പോൾ ഈ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കില്ലേ. ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസായ ഡയബറ്റിസ് മെലിറ്റസ് നമുക്ക് ഹോമിയോപ്പത്തിക് മെഡിസിൻസ് വെച്ച് നല്ല രീതിയിൽ മാനേജ് ചെയ്യാം.